ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സിൻഡ്രല്ലയുടെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് കണ്ടല്ലോ എല്ലാവരും അല്ലേ? ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് കാണണം കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് എന്താണ് ലാസ്റ്റ് നമ്മൾ ആ കഥയിൽ നിർത്തിയത്? അതായത് ഒരു റോയൽ മെസ്സഞ്ചർ വരുന്നുണ്ട് അല്ലേ? റോയൽ മെസ്സഞ്ചർ സിൻഡ്രല്ലയുടെ വീട്ടിൽ വരുന്നുണ്ട്. എന്തിനാണ് വന്നതെന്ന് നോക്കാം നമുക്ക്. സെക്കൻഡ് പാർട്ടിൽ അത് കാണാം കേട്ടോ. The messenger came to invite them to a royal ball. The messenger എന്തിനാണ് വന്നത്? ടു ഇൻവൈറ്റ് ദം. ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക. ടു ഇൻവൈറ്റ് ക്ഷണിക്കാൻ, ദം അവരെ, ടു എ റോയൽ ബോൾ ഒരു റോയൽ ബോളിന് ക്ഷണിക്കാനാണ് വന്നത്. എന്താണ് റോയൽ ബോൾ? രാജകൊട്ടാരത്തിലൊക്കെ വെച്ച് നടക്കുന്ന ഒരു നൃത്ത ചടങ്ങാണ് റോയൽ ബോൾ എന്ന് പറയുന്നത്. ദ മെസ്സഞ്ചർ കെയിം ടു ഇൻവൈറ്റ് ദം ടു എ റോയൽ ബോൾ. മെസ്സഞ്ചർ ഒരു റോയൽ ബോളിൽ അവരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. The prince was looking for a bride and everyone in the kingdom was invited. The prince, രാജകുമാരൻ. പ്രിൻസ് എന്താണ്? ആരാണ്? രാജകുമാരൻ. The prince was looking for a bride. പ്രിൻസ്, ആ രാജ്യത്തിലെ രാജകുമാരൻ ഒരു ബ്രൈഡിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബ്രൈഡ് എന്ന് പറഞ്ഞാൽ വധു, വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു വധുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് എവരി വൺ ഇൻ ദ കിങ്ഡം വാസ് ഇൻവൈറ്റഡ്. എവരി വൺ ഓരോരുത്തരും, ഇൻ ദ കിങ്ഡം എന്ന് പറഞ്ഞാൽ സാമ്രാജ്യം, ആ സാമ്രാജ്യത്തിലെ, ആ രാജ്യത്തിലെ ഓരോരുത്തരും വാസ് ഇൻവൈറ്റഡ്, ക്ഷണിക്കപ്പെട്ടു. അതായത് ഈ രാജകുമാരൻ ഒരു വധുവിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ കിങ്ഡത്തിലെ ഓരോരുത്തരും ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടു. Cinderella's stepmother immediately ordered new gowns to be made for herself and her daughters. Cinderella's stepmother, സിൻഡ്രല്ലയുടെ രണ്ടാനമ്മ. സിൻഡ്രല്ലാസ് സ്റ്റെപ്മദർ, സിൻഡ്രല്ലയുടെ രണ്ടാനമ്മ, ഇമ്മീഡിയറ്റ്ലി ഓർഡേഡ്, കൽപ്പിച്ചു. എന്തിനു വേണ്ടിയാണ് കൽപ്പിച്ചത്? ന്യൂ ഗൗൺസിന് വേണ്ടി, പുതിയ ഗൗൺസിന് വേണ്ടി. ടു ബി മെയ്ഡ് ഫോർ ഹെയർ സെൽഫ് എന്നാൽ അവൾക്ക് വേണ്ടി ഉണ്ടാക്കാനും, ആൻഡ് ഹെർ ഡോട്ടേഴ്സ്, അവളുടെ മക്കൾക്ക് വേണ്ടിയും. സിൻഡ്രല്ല വർക്ക്ഡ് ഡേ ആൻഡ് നൈറ്റ് ടു പ്രിപ്പയർ ദ ന്യൂ ഡ്രസ്സസ് ഇൻ ടൈം. സിൻഡ്രല്ല എന്ത് ചെയ്തു? ജോലി ചെയ്തു. ഡേ ആൻഡ് നൈറ്റ്, പകലും രാത്രിയും. ടു പ്രിപ്പയർ ദ ന്യൂ ഡ്രസ്സസ് ഇൻ ടൈം, ടു പ്രിപ്പയർ ഉണ്ടാക്കാൻ വേണ്ടി. ദ ന്യൂ ഡ്രസ്സസ്, പുതിയ ഡ്രസ്സുകൾ ഉണ്ടാക്കാൻ, ഇൻ ടൈം, സമയത്തിന് തന്നെ. അങ്ങനെ സമയത്തിന് തന്നെ പുതിയ ഡ്രസ്സ് ഉണ്ടാക്കുവാൻ വേണ്ടി സിൻഡ്രല്ല രാത്രിയും പകലും വർക്ക് ചെയ്തു. On the day of the ball, as they were preparing to leave, Cinderella came down the stairs in a dress she had made for herself. On the day of the ball, അതായത് ഈ നൃത്ത ചടങ്ങുകളൊക്കെ നടക്കുന്ന ആ ദിവസം, as they were preparing to leave, അവരായിരുന്നു പ്രിപ്പയറിങ്, അവർ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. ടു ലീവ് എന്ന് പറഞ്ഞാൽ പോവുക, അവിടെ വിട്ടു പോകാൻ വേണ്ടിയിട്ട്. അതായത് സിൻഡ്രല്ലയുടെ സ്റ്റെപ്പ് മദറും പെൺമക്കളും. ആ സമയത്ത് സിൻഡ്രല്ല കെയിം ഡൗൺ ദ സ്റ്റെയേഴ്സ് ഇൻ എ ഡ്രസ്. സിൻഡ്രല്ല വന്നു. ദ സ്റ്റെയറിൻ്റെ അടുത്ത്, ഇൻ എ ഡ്രസ് ഷി ഹാഡ് മെയ്ഡ് ഫോർ ഹെയർ സെൽഫ്. ഏത് ഡ്രസ്സിലാണ്? ഷി ഹാഡ് മെയ്ഡ് ഫോർ ഹെയർ സെൽഫ്. മെയ്ഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. ഷി ഹാഡ് മെയ്ഡ് ഫോർ ഹെയർ സെൽഫ്, അവൾക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയ ഒരു ഡ്രസ്സും ധരിച്ച് അവൾ വന്നു. Her stepmother and stepsisters were so angry to see her so beautiful. Her stepmother, അവളുടെ സ്റ്റെപ്മദറും രണ്ടാനമ്മയും ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സും വേർ സോ ആംഗ്രി, ദേഷ്യം. എങ്ങനെയായിരുന്നു? വളരെ ദേഷ്യത്തിലായിരുന്നു. ടു സീ ഹെയർ സോ ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ മനോഹരം. അവളങ്ങനെ മനോഹരമായി കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യം വന്നു. ദ ടോർ അപ്പ് ദ ഡ്രസ് ആൻഡ് ലെഫ്റ്റ് വിത്തൗട്ട് ഹെയർ. ടോർ അപ്പ്, കീറി. ദ ടോർ അപ്പ് ദ ഡ്രസ്, ആ ഡ്രസ്സ് കീറി. ആൻഡ് ലെഫ്റ്റ് വിത്തൗട്ട് ഹെയർ, ലെഫ്റ്റ് പോയി, വിത്തൗട്ട് ഹെയർ അവളെ കൂട്ടാതെ. ലെഫ്റ്റ് അലോൺ, Cinderella began to cry when all of a sudden her fiery godmother appeared. Left alone, തനിയായ സിൻഡ്രല്ല began to cry. സിൻഡ്രല്ല തുടങ്ങി. എന്തിനാണ് തുടങ്ങിയത്? ടു ക്രൈ, കരയുക. ടു ക്രൈ, കരയാൻ. അവൾ കരയാൻ തുടങ്ങി. വെൻ ഓൾ ഓഫ് എ സഡൻ, പെട്ടെന്ന് ഹെയർ ഫയറി ഗോഡ്മദർ, അവളുടെ ഫയറി ഗോഡ്മദർ എന്ന് പറഞ്ഞാൽ ഒരു ദേവത അപ്പിയേർഡ്, അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഡു നോട്ട് ക്രൈ മൈ ചൈൽഡ്, യു ഷാൾ ഗോ ടു ദ ബോൾ. എന്താ പറഞ്ഞത്? ഡു നോട്ട് ക്രൈ മൈ ചൈൽഡ്, ഡു നോട്ട് ചെയ്യരുത് എന്നാണ്. ഡു നോട്ട് ക്രൈ, കരയരുത്. മൈ ചൈൽഡ്, എൻ്റെ കുട്ടി. ഡു നോട്ട് ക്രൈ മൈ ചൈൽഡ്, എൻ്റെ കുട്ടി കരയരുത്. യു ഷാൾ ഗോ ടു ദ ബോൾ,
നീ എവിടെ പോകും? നീ ബോളിന് പോകും. ഷീ സെഡ്, അവൾ പറഞ്ഞു. ബട്ട് ഐ ഡു നോട്ട് ഹാവ് എ ഡ്രസ് ടു വെയർ, ക്രൈഡ് സിൻഡ്രല്ല. പക്ഷേ ഐ ഡു നോട്ട് ഹാവ്, എനിക്ക് ഐ ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട്. ഐ ഡു നോട്ട് ഹാവ്, എനിക്കില്ല. ഐ ഡു നോട്ട് ഹാവ്, എനിക്കില്ല. എന്തില്ല? എ ഡ്രസ്, ഒരു ഡ്രസ്സില്ല. ടു വെയർ, വെയർ ധരിക്കുക. എനിക്ക് ധരിക്കാൻ ഒരു ഡ്രസ്സില്ല. ക്രൈഡ് സിൻഡ്രല്ല, സിൻഡ്രല്ല കരഞ്ഞു. ഫ്രണ്ട്സ്, സിൻഡ്രല്ല ബോളിന് പോകുമോ? ഫെയറി ഗോഡ് മദർ അവളെ സഹായിക്കുമോ എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ സിൻഡ്രല്ല 3rd പാർട്ട് കാണണം എല്ലാവരും കേട്ടോ.